ചൂരി മദ്രസയിലെ അധ്യാപകനായിരുന്ന കുടക് സ്വദേശി റിയാസ് മൗലവി 2017 മാർച്ച് 20-നാണ് കൊല്ലപ്പെട്ടത്. മദ്രസ പരിസരത്തെ താമസ സ്ഥലത്ത് വെച്ച് മൗലവിയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കാസർഗോഡ് കേളുഗുഡ്ഡെ സ്വദേശികളായ അജേഷ്, നിധിൻ, അഖിലേഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന A. ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. 2018 വിചാരണ തുടങ്ങി. പല ജഡ്ജിമാരും മാറിപ്പോയി. പ്രോസിക്യൂഷൻ 97 സാക്ഷികളെ വിസ്തരിച്ചു. 215 രേഖകൾ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ 45ഓളം മെമ്മോസും മാർക്ക് ചെയ്തു. പലപ്പോഴും വിചാരണ നീണ്ടുപോയി. കോവിഡ് വന്നു, അതിനുശേഷം ജഡ്ജസ് മാറി, വിചാരണ നീണ്ടുപോയി. അങ്ങനെയാണ് ഇപ്പം ഒടുവിൽ 29-ാം തീയതി വിധി പ്രതീക്ഷിക്കുന്നത്. വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം സാക്ഷികൾ, ഈ പ്രതികൾ സംഭവത്തിന് ശേഷം സഹായം തേടിയ സാക്ഷികളൊക്കെ കൂറുമാറി എന്നുള്ളൊരു വെല്ലുവിളി അല്ലാതെ അതിലുപരിയായിട്ട് സാഹചര്യ തെളിവുകൾ അത് കൂട്ടിയിണക്കുക എന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു. കഴിഞ്ഞ 7 വർഷമായ പ്രതികൾ ജാമ്യം ലഭിക്കാതെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അന്തിമവാദം പൂർത്തിയായത്. 97 സാക്ഷികളെ വിസ്തരിച്ചു. ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിനായി. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.